ഇതാണ് ഞാൻ മോക്ക് കൊണ്ടുവന്ന സമ്മാനം. പ്രീതി ചേച്ചിയോ? ഇവളിനി കുറച്ചു കാലത്തേക്ക് ഇവിടെ ഉണ്ടാവും. കുറച്ചു കാലത്തേക്കോ? എന്നും നിന്നോട്ടെന്നേ. അതിന് അവളുടെ കെട്ടിയോൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഇപ്പൊ പിന്നെന്താ അർജുനേട്ടന്? എടി, അർജുൻ ഇവളെയും കൊണ്ട് ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് പോവാൻ പറ്റില്ല. അവിടത്തെ വിശേഷങ്ങൾ നിനക്കറിയാലോ. പ്രീതിയുടെ ജീവന് വരെ ആപത്തായേക്കും അത്. എന്നാ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നിർത്താന്ന് വെച്ചാ. അമ്മയും ഞങ്ങളായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ് മുഷിഞ്ഞു. പിണങ്ങി തന്നെ ഇവളുടെ കയ്യും പിടിച്ചവിടെ നിന്ന് ഇറങ്ങിയ. ആ പിണക്കൊന്നും നിലനിൽക്കില്ല മക്കളെ. അമ്മയും മക്കളും അല്ലേ, പിണക്കം ഉണ്ടാവും. അതൊക്കെ മറന്ന് വീണ്ടും ഇണങ്ങും എന്ന് കരുതി മോക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ കേട്ടോ. എന്റെ സ്വന്തം മോളാ നീയും. ആ, വേറൊരു പിണക്കാരിവിടെ പിന്നെയും കൂട്ടുകൂടിയിട്ടുണ്ട്. ആ, ദേ അങ്ങോട്ട് നോക്കിയേ. ഇതാരൊക്കെയത്? എന്താ സാറ്, ഒരു മഴ പെയ്ത് തോർന്ന ലക്ഷണം ഉണ്ടല്ലോ. നമ്മള് മഴയെന്ന് പറഞ്ഞാ പോരാ, പെരും മഴ. ഇടിമിന്നലൊക്കെ നേരത്തെ കഴിഞ്ഞതാണല്ലോ. പൊടി കാന്താരി, ശാരിയെ കളിയൊക്കെ ഉണ്ടല്ലോ. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? രണ്ടിനെ ഒന്നിപ്പിക്കാനേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ചട്ടിയും കലോ ആവുമ്പോ തട്ടിയും മുട്ടിന്നിരിക്കും. അതിനിടെ ചെന്നപ്പെട്ട നീ പൊട്ടിപ്പോവേ. അയ്യടാ. വിഷ്ണു, ശാലിനിക്ക് കുഴപ്പമില്ല, ഭേദമായിട്ട് വരുന്നുണ്ട്. പോലീസ് കേസ് എന്തായി? പോലീസൊന്നും വേണ്ടിയിരുന്നില്ല. അർജുൻ ഒരാളെ ആലോചിച്ച് മാത്രം ക്ഷമിച്ചത്. അല്ല, കേസ് നോക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് ഇനിയൊരു നീക്കം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ശാലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. പ്രീതി ഇവിടെ എത്തിക്കഴിഞ്ഞോണ്ട് എനിക്കിനി പേടിയില്ല. എന്റെ വീട്ടിലെ പോലെ കപ്പലിന്റെ ഉള്ളിൽ തന്നെ ഒറ്റയാറിനില്ലല്ലോ. പിന്നെ ഒരാളെ മാത്രമേ ഭയമുള്ളൂ, അർജുന. എന്നിട്ടും അവൾ സാധാരണ പോലത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. സാവകാശം നിങ്ങൾ കല്യാണാലോചനകൾ തുടങ്ങിവെച്ചു, നൂറുകണക്കിന് ആലോചനകൾ. എന്നിട്ടും അവളുടെ മനസ്സിലുടക്കിയത് അർജുന്റെ മുഖം മാത്രം. വെടിയേറ്റ് കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരനുമായി അർജുന്റെ അത്ഭുതകരമായ സാദൃശ്യമായിരിക്കാം അതിനുള്ള കാരണം. റോഷ്നിയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ അർജുന് എന്ത് വില കൊടുത്തും വാങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു ഗോപി. പക്ഷേ ആ പ്രീതി, റോഷ്നിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരു ജീവൻ കൂടി എടുക്കാനും ഞാൻ ഒരുക്കമാണ് ഗോപി. അല്ല, അവളെവിടെ റോഷ്നി? കാറിലുണ്ട്. ഇറങ്ങോളെ. ആ കല്യാണം മുടങ്ങിയതിന് ശേഷം ഇങ്ങനെയാ. ഉരിയാട്ടം ഇല്ല, പേരിന് മാത്രം ഭക്ഷണം. മോളുടെ മുഖത്ത് ചിരി പടരും. അതിനു വേണ്ടിയാ ഇനി ഈ ആന്റിയുടെ ജീവിതം. കാറ്റല്ല, കൊടുങ്കാറ്റ ഇനി ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ പോട്ടെ ഗോപി, കാണാം.
അതെ, 2 ഇടിയപ്പം കൂടെ വേണം. ഇവിടെ 2 ഇടിയപ്പം വേണമെന്ന്. ഇവിടെ എല്ലാവർക്കും ഇത് എന്താ പറ്റിയേ? രാവിലെ മുതല് ആർക്കും കണ്ണും കാതും കേൾക്കില്ലേ? ഇപ്പൊ എല്ലാവരുടെയും കണ്ണും കാതും ഒരിടത്തേക്കാ ബാല. ആ ഗേറ്റിന്റെ വെളിയിലേക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ശാലിനി മോളൊന്ന് എത്തിയ. അവരിനി ബ്ലോക്കിലോ മറ്റോ പെട്ടോ? വരാനുള്ള സമയം ആവുന്നല്ലേ ഉള്ളൂ. സർ, ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരുവോടോ? അവിടുന്ന് പോകുന്നല്ലേ പറഞ്ഞേ? അല്ല, നിങ്ങളെല്ലാരും എന്താ നിക്കുന്നെ? ഇരിക്കേ. എനിക്ക് ചെറിയൊരു പരിക്ക് പറ്റി. ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ സുഖമുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാ എന്നെ തിരികെ ഇവിടെ എത്തിച്ചേ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. നമ്മളെ ജീവിതത്തിനും മരണത്തിനും ഇവിടെ കിടക്കുമ്പോ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടുന്നതിനൊപ്പം എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ ഈ മധുരം പോലെ നിങ്ങളെയൊക്കെ എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന്. കൂനിമേക്കുരു എന്നൊന്നും അല്ല പറയേണ്ടത്. അതിനപ്പുറമുള്ള ദുരന്തമാ നിന്റെ കൂട്ടുകാരുടെ മകൾ സുസ്മിത. നീ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാ. ഇപ്പൊ നീ സ്നേഹിക്കുന്നത് അവളെ മാത്രമാ, ആ സുസ്മിതയെ. നിനക്ക് സ്നേഹമില്ലായിട്ടൊന്നും അല്ല. നിനക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിനിടയിലെ മറ അവളാ, ആ സുസ്മിത. അവളുടെ കണ്ണിലൂടെ നീ മറ്റുള്ളവരെ കാണുന്നത്, അവളുടെ കാതിലൂടെ നീ മറ്റുള്ളവരെ കേൾക്കുന്നു. രാഘവേട്ട, ഞാൻ ഭാമേ, ഭാരത യുദ്ധത്തിലേക്ക് നയിച്ച ശകുനി ഒരൊറ്റയാളാ. അതുപോലെ ശ്രീരാമനെയും സീതയും കാട്ടിലേക്ക് അയച്ചത് മന്ധരയും. നമ്മുടെ തലച്ചോറെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത മുന്നിൽ സർവനാശമായിരിക്കും. സർവനാശം. ഭാമേ, ചോര വീണു തുടങ്ങിയിരിക്കുന്നു. അത് വീണതേ അമ്പലനടയിലാണെന്ന് മറക്കണ്ട നീ. അവിടെ വീഴേണ്ടിരുന്ന നിന്റെ മകളുടെ ചോരയും നമ്മുടെ സ്വന്തം രക്തമാ. പിള്ളേർ, ആയിക്കോട്ടെ, വിരോധമില്ല. വത്സ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതും മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും
നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. ശാരദാമ്മയോട് പറയാൻ മറന്നു. കുറച്ചു ദിവസമായി ആളിവിടെ തന്നെയാ. ഊണും ഉറക്കവും എല്ലാം. ഒരു സ്വാമിയുടെ ജീവിതം. വഗ്നിസന്തപ്ത ലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. നിങ്ങൾ മാപ്പ് പറഞ്ഞു, നിങ്ങൾ മാപ്പ് പറഞ്ഞു എന്നുള്ളത് ശരിയാ. ഒരു കത്തി നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയിട്ടും മാപ്പ് പറയുന്നത് പോലെ. അന്വേഷിക്കാൻ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ, കാര്യവിവരത്തോടെ തീരുമാനം എടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ചോദിക്കാനും പറയാൻ ആളുണ്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിലേ എന്റെ മക്കൾക്ക് ഈ ഗതി വരുമായിരുന്നു. തിരുമേനി, ഞാനൊന്ന് അങ്ങോട്ട് ആളെ കൂടി പൂജയ്ക്ക് ക്ഷണിക്കാൻ. ഓ ആയിക്കോട്ടെ. മർത്യജന്മം ക്ഷണഭംഗുരം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. ഗോപാലട്ട, ചക്ഷുശ്രവണകളസ്തമ. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് ഗോപാലട്ട. രാമായണ പാരായണവും വ്യാഖ്യാനവുമാണ്. കേൾക്കേണ്ടവർക്കിരിക്കാം. രാമായണത്തിന്റെ സത്ത ഉറങ്ങിക്കിടക്കുന്നത് ലക്ഷ്മണോപദേശത്തിലാണെന്ന് പറയാം. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ മര്യാദാ പുരുഷോത്തമനായ മനുഷ്യജന്മം ശ്രീരാമന്റേതാണ്. ത്രയംബകം വില്ലുകുലച്ച് സീതാദേവിയെ സ്വന്തമാക്കിയ രാമൻ, സീതയെ പരിത്യജിച്ചതിന് ശേഷവും അശ്വമേധത്തിനായി തന്റെ കുതിരയെ അഴിച്ചുവിട്ട രാമൻ, കാമക്രോധ ലോഭമോഹമെല്ലാമുള്ള ഏതൊരു മനുഷ്യനെയും പോലെയുള്ള ദൈവം. ആ ദൈവിക അവതാരത്തിന്റെ ശ്രീരാമന്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവ പരമ്പരകളുടെ തുടക്കം തന്നെയായി അത്. സീതയെ വീണ്ടും സ്വീകരിക്കണമെന്നുണ്ടായിട്ടും സമൂഹത്തെ പ്രതി ഭാര്യയ്ക്ക് അഗ്നിപരീക്ഷ നടത്താൻ നിർബന്ധിതനായി അദ്ദേഹം. രാജാവിനോടും ദൈവത്തിനോടും വരെ സമൂഹം അങ്ങനെയാണ് പെരുമാറുന്നത്. സീതാദേവി ജീവത്യാഗം ചെയ്ത സമയത്ത് തന്നെ ശ്രീരാമന്റെ ജീവത്യാഗവും ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം കാട്ടിലുപേക്ഷിച്ചിട്ട് പോലും ഭാര്യയെ അത്രയധികം സ്നേഹിച്ചിരുന്നു ശ്രീരാമചന്ദ്രൻ. സരയൂ നദി വരെ ആ ജീവിതം നീട്ടിക്കൊണ്ടുപോയത് സർവം മായ, അഥവാ ക്ഷണപ്രഭാചഞ്ചലം എന്ന ദർശനത്തിലേക്ക്, മനുഷ്യനിൽ നിന്ന് പൂർണ്ണമായ ദൈവിക ഭാവത്തിലേക്ക് വളരാനായതുകൊണ്ട് മാത്രമാണ്. ക്ഷണനേരത്തേക്ക് ഒരു മിന്നാമിനിങ്ങിനെ പോലെ തെളിഞ്ഞുമായുന്ന നുറുങ്ങുവെട്ടങ്ങൾ മാത്രമാണ് സുഖഭോഗങ്ങൾ. കണ്ണടച്ച് തീരുന്ന സമയത്തിനുള്ളിൽ ഒരു മനുഷ്യായുസ്സങ്ങ് കഴിയും. കൈക്കുടന്നയിൽ കോരിയെടുത്ത വെള്ളം ചോർന്നു പോകുന്നത് പോലെ, ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി ആവിയാകുന്നത് പോലെ. അതിനിടെയുണ്ടാകുന്ന ബന്ധങ്ങൾ മാതാപിതാക്കളായാലും ഭാര്യയോ ഭർത്താവോ ആയാലും മക്കളായാലും ദുഃഖങ്ങൾ മാത്രമേ സമ്മാനിക്കുന്നുള്ളൂ. എല്ലാം മറക്കുക, ശാന്തിയും സമാധാനവും ഉണ്ടാവും. കാലാഹിനാ പരിഗ്രസ്തമാം ലോകവുമാലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമ എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി
കൂടി വിയോഗം വരും പോലെ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമ. ഞാൻ എന്ത് വേണമെന്ന രാഘവേട്ടൻ പറയുന്നത്? എന്ത് ചെയ്താലും ഭർത്താവിനും മക്കൾക്കൊക്കെ അത് ദ്രോഹമല്ലേ ആകുന്നുള്ളൂ. ഭാമേ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ ചെയ്തതൊക്കെ ശരിയല്ലേ രാഘവേട്ടാൻ ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അങ്ങനെ പറയാൻ ഞാൻ ശീലിച്ചിട്ടുമില്ല. ഉള്ളത് മുഖത്തൊക്കെ പറഞ്ഞു പോകും. ശരി, ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? ഭക്ഷണം കഴിക്കണം, അതുപോലെ. അത് മാത്രം പോരാ. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെ ഓടി നടന്നിരുന്ന സത്യഭാമ ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്നാ പോരാ. നോക്ക്, നീ പഴയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യാനാ രാഘവേട്ട? ഇവിടെ ഒറ്റയ്ക്കായി പോയില്ലേ ഞാൻ? അല്ല, വാക്കാണ് ദൈവം എന്നൊക്കെ പറയുന്ന സത്യഭാമ എന്താ അത് പാലിക്കാൻ മെനക്കെടാത്തത്? മനസ്സിലായില്ല. നീ പലതും മനഃപൂർവ്വം മറക്കുന്നു ഭാമേ. ഒന്ന് തെളിച്ചു പറയണേ രാഘവേട്ട. സുസ്മിതയുടെ കല്യാണം നടത്തും നീ വിഷ്ണുവിനെ വെല്ലുവിളിച്ചിരുന്നല്ലോ. എന്താ ഒരു സുസ്മിത കാര്യം? ആ വെല്ലുവിളി മാത്രമല്ല, മുമ്പ് സരളയ്ക്ക് നീ കൊടുത്ത വാക്കും കൂടിയാ. വിഷ്ണുവിനോട് നീ ഒരു ദിവസക്കണക്കും പറഞ്ഞിരുന്നു. എന്നിട്ടിപ്പോ അതൊക്കെ എവിടെ പോയി? എന്റെ കല്യാണക്കാരിയോ? ഇയാളെന്തിനാ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്? സത്യഭാമ നടത്തൂന്ന് പറഞ്ഞ അത് നടത്തിയിരിക്കും രാഘവേട്ട. അതും പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ. അത് കേട്ട് തുള്ളാനി വരും. ഇവർക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? ലോകത്ത് എനിക്ക് മാത്രമേ കല്യാണം നടക്കാതുള്ളോ? കാര്യങ്ങൾ ഉടനടി മുന്നോട്ട് നീങ്ങും. രോഹിത്തിന്റെ അമ്മ പത്മാവതിയോട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയാം. മുഹൂർത്തവും കുറിപ്പിക്കാം. തീർന്നു, എല്ലാം തീർന്നു. ഇതിനിടയ്ക്ക് ഇയാളെന്തിന് ഇക്കാര്യം എടുത്തിട്ടത്? മക്കളെ ഒതുക്കിയിട്ടും തന്റെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ദൈവമേ. എന്താ പോരെ? നിന്നെ വാശി കയറ്റിയാലേ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം ഭാമേ. വിഷ്ണു ശാല്യം ഇവിടെ ഇല്ലെങ്കിലും ഈ കല്യാണം നടന്നിരിക്കണം. നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യായിരിക്കും അത്. എന്താ ആലോചിക്കുന്നേ? പോരേന്ന്. മതി, ധാരാളം മതി. പോവാമേ. എന്നാ ഞങ്ങള് ഇറങ്ങാമേ. അച്ഛ, സുസ്മിത, നീ ഇവിടെ അമ്മയുടെ അടുത്ത് എന്നിരിക്കേ. അമ്മയോ? ഇവരോ? ഇരിക്കേ. സുസ്മിതേ, നീ ഇവിടെ വന്നിരുന്നേ. സുസ്മിതേ, ഇരിക്കേ. തോലയാനായിട്ട്.
മുഹൂർത്തം ഞങ്ങള് കണിമംഗലം തിരുമേനിയോട് കുറിച്ച് വാങ്ങിയിരുന്നു. അക്കാര്യം പത്മാവതിയോടും കൂടി ആലോചിക്കാനെ വിളിച്ചു വരുത്തിയത്. പിളച്ചേട്ടാ, കണിമംഗലം എന്താ പറഞ്ഞത്? ഈ വ്യാഴാഴ്ച ഉദയത്തിന് ശേഷം 13 വിനാഴിക കഴിയുമ്പോൾ വരുന്ന മുഹൂർത്തം ബഹുവിശേഷമെന്നാ തിരുമേനി പറഞ്ഞത്. ഇടൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കാര്യം പറ. എന്താ ഇവര് പറയുന്നത്? വിഷ്ണുവേട്ടനും രോഹിത്തും ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കരുത്. ആ കാറിനുള്ളിലെ സുസ്മിതയുണ്ട്. ഈ ഗ്ലാസ് കാരണം ഒന്നും കേൾക്കാനും വയ്യല്ലോ. നമ്മുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ട് അവള് ഡിക്കി കയറിയതാ. അവള് കേൾക്കാനായിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവക്കെ നമ്മളൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കണം. പെട്ടിക്കുള്ളിൽ കുടുങ്ങിയ എലിയെ പോലെ അവളെ രോഹിത്തിന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുക. ഇനി രോഹിത് ചെയ്യേണ്ടത് എന്തോ കാര്യമായിട്ടുള്ള പ്ലാനാണല്ലോ. ഇതിന്ന് ഞാൻ പൊളിക്കും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഒരു ഡോറ് മാത്രമേ അടഞ്ഞുള്ളല്ലോ. അപ്പൊ അവര് കേറിയില്ലേ? അവര് കയറിയില്ലെങ്കിൽ കയറണ്ട. ഇവൻ കാണാൻ പോകുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതെ, ഇന്നിനി സുസ്മിതയ്ക്ക് ശുഭയാത്ര. അതെ, ഈ യാത്ര അവൾ ഒരിക്കലും മറക്കില്ല.
എന്റെ അമ്മേ, ഡിക്കിക്കുള്ളിൽ കൂടി സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കാൻ നിവേദനം കൊടുക്കണം. കുറെ നേരം ആയല്ലോ. ഇവനെന്താ അങ്ങ് ഹിമാലയത്തിലേക്കാണോ പോകുന്നത്? നേരെ ഇരുട്ടിയല്ലോ. ഇവരിത് എങ്ങോട്ടായി പോകുന്നേ? ഓ, നടു ആകെ പഞ്ചറായി. ഇനി കുറച്ചു സമയം റെസ്റ്റ് എടുക്കാം. എന്റെ നടു. ഞാനിങ്ങനെ വെറുതെ. നീ ഇവിടെ എങ്ങനെ എത്തുന്ന ചോദിച്ചേ? ഞാൻ ആ കാറില്. കാറിലോ? കാർ ഓടിച്ചത് ഞാനല്ലേ? നീ എന്താ മായാവിയായിട്ട് പറന്നു കയറിയോ? ആ, അതാ എനിക്കും അതിശയം. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. വീട്ടിലെ ബെഡിൽ കിടന്ന് ഒന്ന് മയങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓഹോ. പിന്നെ ബോധം വരുമ്പോ ഇവിടെയാ. ഞാൻ കള്ളം പറയാന്ന് വിചാരിച്ചേക്കല്ലേ രോഹിത്തെ? ശാലിനി പറഞ്ഞത് അന്ന് നീയും കേട്ടതല്ലേ, എനിക്ക് സോമനാംബുലിസം ഉണ്ടെന്ന്. അതെ, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖമാ. അതുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും, രാത്രിയും പകലും ഒക്കെ. അതുകൊണ്ടാ രോഹിത് നീ എന്നെ കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നേ. ഞാനേ ഇങ്ങനെ അസുഖമൊക്കെ ഉള്ള ഒരാളല്ലേ, അതാണെങ്കിൽ മാറുകയില്ല. നീ ഇങ്ങനെ റിസ്ക് എടുക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ രോഹിത്. പ്ലീസ് നീ എന്നൊന്ന് മനസ്സിലാക്ക്. നിന്റെ ഈ സ്നേഹം മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി സുസ്മിതേ. അല്ല, എന്നാലും സാരമില്ല, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നീ ഈ കാറിനകത്തുണ്ടായിരുന്നെന്ന് എനിക്കറിയായിരുന്നു സുസ്മിതേ. അതുകൊണ്ട് നിന്റെ അസുഖം ചികിത്സിച്ച് മാറ്റാനുള്ള സ്ഥലത്തേക്കാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്താ കുഴിയൊക്കെ വെട്ടിയിരിക്കുന്നേ? ഇതേതാ ലൊക്കേഷൻ? ചുടുകാടെന്ന് പറയും. ആ, ഞാനും വിചാരിച്ചു ഏതെങ്കിലും കാടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. രോഹിത്ത് ഏത് കാടാന്നാ പറഞ്ഞ? ചുടുകാട്. അയ്യോ, ചുടുകാടോ? ചുടുകാടല്ല, ചുടുകാട്. ശ്മശാനം, പ്രേതഭൂമി എന്നൊക്കെ പറയും. അയ്യോ, രോഹിത്ത് തമാശ പറയുന്നാവല്ലേ? ഈ ചുടുകാടൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോന്ന് കണ്ണു തുറന്ന് നോക്കടി. ഈ കാണുന്ന ഒന്നും ഫയർ പ്ലേസ് അല്ല, കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിതകളാ. അവിടെയല്ല, അവിടെ. ഇങ്ങോട്ട് വന്ന സീറ്റ് തന്നെ മതി നിന്റെ തിരിച്ചുള്ള യാത്രയും. രോഹിത്, അത് ഞാൻ അല്ല, കേറാം. കേറ്. കൊണ്ടുപോവാണോ? ആ, ചേട്ടൻ കുഴി പൂർത്തിയാക്കിക്കോ. സൈസ് ഇപ്പൊ മനസ്സിലായല്ലോ. ചിലപ്പോ പോയ അതേ വേഗത്തിൽ തിരിച്ചു വരേണ്ടി വരും, അതാ. അപ്പൊ ശരി.
ഉണ്ടായ കാലം മുതൽ തുടങ്ങിയ തർക്കമാ ശ്യാമേ. ഇതിന് ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? ആ, അങ്ങനെയാ. ഇതിന് ഇവിടെ വെച്ച് ഇപ്പൊ നമ്മളൊരു പരിഹാരം കാണുന്നു. കളി വിടി ശ്യാമേ, ഞങ്ങൾ കുളി കഴിഞ്ഞതേ ഉള്ളൂ. ദേ ഒരുക്കം മുഴുവൻ ബാക്കി കിടക്കുക. കണ്ട, ഇത് തന്നെയല്ലേ നമ്മളും പറഞ്ഞേ. നിങ്ങൾ ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിനി ഒരുങ്ങി വരാനേ 1.5 മണിക്കൂർ എടുക്കുന്ന ഇവര് പറയുന്നേ. ആ സമയം ഇവർക്ക് ബോറടിക്കുന്നു. ഈ 2 പ്രശ്നവും നമുക്കങ്ങ് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കുന്ന? ഞങ്ങൾക്കൊന്ന് ഒരുങ്ങണ്ടേ? അതിനുള്ള പരിഹാരമാണ് കണ്ണെഴുതി പൊട്ടു തൊട്ടുള്ള കളി. കണ്ണെഴുതി പൊട്ടു തൊട്ടുള്ള കളിയോ? ആ, നമ്മൾ റെഡിയല്ലേ? നമ്മൾ റെഡിയല്ലേ? നമ്മൾ റെഡിയാ? അതെ. ആ, ഞങ്ങൾ റെഡിയാ. എന്നാൽ ഞാനത് then get ready. ആ, റെഡി റെഡി റെഡി. സാറിന് ഒരുക്കാനൊക്കെ നല്ല വശമായിരിക്കല്ലേ? പിന്നെ അല്ല, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്ത് കൺഫ്യൂഷൻ? ഞങ്ങൾ റെഡിയാന്ന് അല്ലേ? കയ്യിലടിച്ചേ. അതെ, ആരാണ് ഇപ്പോ നടക്കുന്ന ഈ മത്സരത്തിന്റെ ജഡ്ജ്? സംശയം എന്താ? ഞാൻ തന്നെ. അയ്യേ, ഞാനല്ലേ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയത്. അതെ 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 അതെ. നീ വേണ്ട, നീ ആവുമ്പോഴേ പക്ഷാഭേദം കാണിക്കും. അത് ശരിയാ, അത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ശാരദാമായിക്കോട്ടെ ജഡ്ജ്. ആ, അത് കറക്റ്റ്. അല്ല, അപ്പൊ ഞാനെന്താ ചെയ്യാ? നീ റെഫറി ആയിക്കോന്ന് അല്ലേ? എങ്കിൽ ശരി, നിങ്ങൾ റെഡി ആയിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെയല്ലേ? അല്ല, ഇതിപ്പോ എവിടുന്ന? സോറി. വേദനിക്കുന്നു. അല്ല, ഇത് ഈ നീളത്തിലെ വേദനിച്ചോ? ഓ ഇല്ല. ഇങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ, അല്ല ഇതെന്താ സാധനം പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇതൊരുമാതിരി ഹനുമാന്റെ വാല് പോലെ ഇരിക്കുന്നേ. അയ്യോ, ദേ നിൽക്കുന്ന ഹനുമാൻ. അയ്യേ, അത് വെച്ച് നീ മുതുക് ചൊറിഞ്ഞോ സത്യഭാമേ? ചിരിക്കല്ലേ? ഇല്ല. പറഞ്ഞത് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വസുമതി കുഞ്ഞമ്മ. എങ്കിൽ നീ ഉന്നയിച്ച പരാതിക്ക് തെളിവ് ഹാജരാക്കണം വസുമതി. അല്ലെങ്കിൽ ഈ പടി കടന്ന് നീ പുറത്തേക്ക് പോവില്ല. ശരി, വസുമതി കുഞ്ഞമ്മയ്ക്ക് മുടി കെട്ടണമെങ്കിൽ മുല്ലപ്പൂ വേണം സത്യഭാമേ. നാട്ടിലുള്ള മുല്ലപ്പൂ എല്ലാം നിന്റെ തലയിൽ വട്ടം ചുറ്റിയിരിക്കുകയാണെന്നാണല്ലോ നാട്ടുകാരുടെ അടക്കം പറച്ചിൽ. ഞാനത് നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയും സത്യഭാമേ. ഞാനെന്തിനു നിന്നെ പേടിക്കണം? വസുമതി,
സത്യഭാമേ, ഇതാണോ സത്യഭാമയുടെ നീതിന്യായോ? നാട്ടിൽ മുല്ലപ്പൂ ഇല്ലെങ്കിൽ അതിന് കാരണക്കാരി ഒരാളെ ആവൂ. ശാരദാമ്മ. അയ്യോ, വിളിക്ക് ശാരദാമ്മേ. സത്യമ്മ വിളിച്ചത് എന്തിനാണാവോ? നാട്ടിലെ മുല്ലപ്പൂക്കൾ മുഴുവൻ നിങ്ങൾ മോഷ്ടിച്ച് കുടുംബശ്രീ ഹോട്ടലിൽ കറിവെച്ച് വിളമ്പിയതിന് തെളിവുണ്ട് ശാരദാമ്മേ. എന്റെ ദേവി, നിങ്ങളെ അത് ചെയ്യൂ ശാരദാമ്മേ. കാരണം നിങ്ങൾ ശാലിനിയുടെ അമ്മയാണ്. നീ അത് ചെയ്യൂ സത്യഭാമേ, കാരണം നീ പ്രീതിയുടെ അമ്മയാണ്. വസുമതി. സത്യഭാമേ, ശാരദാമ്മയുടെ കയ്യിലെ ബാഗ് പരിശോധിച്ചേ മതിയാകൂ. അതിനുള്ളിൽ ഉണ്ടാകും തെളിവ്. അമ്പലത്തിലെ പ്രസാദമല്ലാതെ ഒരു നാണയത്തൊട്ട് പോലും കണി കാണാത്ത നിഷ്കളങ്കയാണ് സത്യമ്മേ എന്റെ ബാഗ്. അത് കണ്ടില്ലേ? പക്ഷേ ആ മുല്ലച്ചെടികൾക്ക് രാവിലെയും വൈകുന്നേരവും വെള്ളം കോരി നനച്ചു വളർത്തേണ്ടത് നീയാണ് വസുമതി. സത്യഭാമേ, വസുമതി. അയ്യോ, ചിരിക്കാതിരിക്കുന്നേ നന്നായോ അമ്മ? പിന്നെ സത്യമ്മ ശരിക്കും അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടല്ലോ നീ. അയ്യോ, ഞാനോ അമ്മേ? നീ വസുമതി തന്നെ. അമ്മ, ഞാൻ നിനക്ക് അഭിനയിക്കാൻ അറിയില്ല ശാരി. ഞാനായി നീ ജീവിക്കായിരുന്നു. ഇപ്പൊ കണ്ടോ ഞങ്ങൾ പെണ്ണുങ്ങളുടെ മിടുക്ക്. അല്ല, ചേച്ചിമാര് വന്നേ. അവരുടെ ഡാൻസിനെ നമുക്ക് മറ ഡാൻസ് കൊടുക്കണ്ടേ? ഉറപ്പായിട്ടും വേണം. അത് വേണം. കളിക്കുന്ന കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇതിനെക്കാട്ടും വലിയ കളി ജയിച്ചു. എന്തോ ഡാൻസ് ഞങ്ങൾ പറയുന്ന കേട്ടോ. ഇതാണ് ഡാൻസ്. നിർത്തിക്കോളാം. ഇത് കുറെ നേരം മണ്ടങ്ങടി. അതെ, ഞങ്ങൾ ആണുങ്ങൾക്ക് ആ കേമത്തൊന്നുമില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക്. മനസ്സിലായി? അല്ല സാറേ, അല്ലേന്ന് ഉറപ്പായിട്ടും. എന്നാര് പറഞ്ഞു? ഞങ്ങൾ പറയുന്നു. എന്തേ? ഞങ്ങളെ നല്ല വെടിപ്പായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ മൂക്കൊണ്ട് വരയ്ക്കും. അതെന്ത് കാര്യം? അങ്ങനെ ഒരു കാര്യമില്ല. അല്ല പിന്നെ എന്താ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഷുവർ. എന്നാ എന്താണ് ചെയ്യേണ്ടത് അത് പറ. കേട്ടില്ലേ? എന്താ ചെയ്യേണ്ടത് പറ. ഞങ്ങൾ റെഡി. പറ. ഓവർ കോൺഫിഡൻസ്.
ശാലിനി അതിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്കതങ്ങനെ കിട്ടുന്നില്ല. നമുക്ക് ശാലിനിയോടൊന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചു. ഇതെന്തോ അവിയല്? ആ ഇത് ഞങ്ങൾ കുടുംബശ്രീക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതില് ഉണക്കമുന്തിരിയും പഴമാങ്ങയും കപ്പലണ്ടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരുതരം അവിയല്. കൊള്ളാം, അടിപൊളിയാ. ആ അതാ അവിയലാണെങ്കിൽ ശാരിയെ പണ്ടൊരു കൂട്ടെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവളടുത്ത് സൂപ്പർ ഐഡിയ. കിട്ടിയ? അതെ, നിങ്ങൾ നിരാശപ്പെടണ്ട. ഈ കാണുന്ന പെണ്ണുങ്ങളൊന്നും സഹായിക്കണമെന്നില്ല. ലോകത്തിന്ന് വരെയുള്ള ഏറ്റവും മികച്ച കുക്ക് ആരാണെന്ന് അറിയൂ? നാളെ എന്നാ അയാളെ വിളിക്കണോ? എന്റെ അളിയ എന്താ? പോട്ടെ സാറേ, ഈ വിഷ്ണു പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. എന്തായാലും ഈ കാര്യം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. നമുക്കേ മറ്റാരുടെങ്കിലും കൂടെ സഹായം ചോദിച്ചാലോ? അതിനാര് സഹായിക്കാനാ? അതിനാണ് മോനെ പുള്ളിയാരെ വിളിക്കാൻ പോവാ. ആരെയും വിളിക്കാനൊന്നുമില്ല. ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഭൂമിക്ക് മുകളിലും ആകാശത്തിന് ചുവട്ടിലുമുള്ള സകല കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെയാണോ പാചകം? ഇതെന്റെ അളിയൻ തന്നെ. ഒന്ന് നോക്ക് സാറേ, ഇതിലുണ്ട്. സകല അവിയലും ഇതിനകത്തുണ്ട്. കാണുന്നുണ്ടോ നോക്കണം. ചുറച്ചുപിടി. അങ്ങനെ ഇപ്പൊ പറ്റില്ല. അയ്യോ, ഇത് ചതിയാ. അയ്യോ, ചതിയോ? നിങ്ങളൊക്കെ കൂടിയല്ലേ ചതിക്കാൻ നോക്കിയത്? ഞങ്ങൾ എന്ത് ചോദിച്ചു? നെറ്റിന്റെയോ മറ്റാരുടെയോ സഹായം പാടില്ല.